എല്ലാവർക്കും സിമ്പിൾ പാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 7 യൂണിറ്റ് 2 ഫോറിൻ ലാൻഡ്സ് എന്ന പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ന്യൂ മീനിങ്സ് ഒക്കെ നോക്കാം. ട്രങ്ക്, ഡിംപ്ലിംഗ്, ട്രാമ്പിങ്, അങ്ങനെ 3 ന്യൂ വേർഡ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇതൊരു പോയമാണ്, നല്ല സിമ്പിൾ പോയമാണ്. നമുക്ക് യാത്രകളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ കവിത എന്നത് ഒരു ഇമാജിനേഷനാണ്. ഈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൻ്റെ ഒരു ഇമാജിനേഷനാണ്. അദ്ദേഹം ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ലോകങ്ങളൊക്കെ കണ്ട് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണിത്. അപ്പോൾ നമുക്ക് വായിക്കാം. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ വൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ. I held the trunk with both my hands and I looked abroad on foreign lands. നമുക്ക് ഓരോ വരി വെച്ച് നോക്കാം. ഇതിൽ പറയുന്നത് ഇതിലെ കവി എന്ന് പറയുന്ന ആൾ, അതായത് നമ്മുടെ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ഒരു ചെറിയ മരത്തിൻ്റെ മുകളിൽ കയറി. ഞാനൊരു ചെറുതാണ്, എന്നിട്ടും ഞാൻ ഇതിന് മുകളിൽ പൊത്തിപ്പിടിച്ച് കയറി. ഐ ഹെൽഡ് ദ ട്രങ്ക്. അപ്പം നമ്മൾ ട്രങ്ക് എന്താണെന്ന് കണ്ടു. മരത്തിൻ്റെ ആ വലിയ ശാഖ, ആ നടുക്കത്തെ ആ വലിയ ശാഖയ്ക്ക് വന്നതാണ് ട്രങ്ക്. അങ്ങനെ 2 കൈയും വെച്ചിട്ട് ഞാൻ അത് പിടിച്ച് കയറി. ആൻഡ് ലുക്ക് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഞാൻ ദൂരെയുള്ള, അതിന് മുകളിൽ കയറിയിട്ട് ദൂരെയുള്ള, എബ്രോഡ് എന്ന് വെച്ചാൽ ദൂരെ, ഫോറിൻ ലാൻഡ്സിനെ കാണുകയാണെന്ന് പറയണേ അതിന് മുകളിൽ കയറിയിട്ട്. ഐ സോ ദ നെസ്റ്റ് ഡോർ ഗാർഡൻ ലൈ അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ ആൻഡ് മൈ പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. അടുത്ത ഡോറിൽ കൂടെ നോക്കുമ്പോൾ ഒരു പൂന്തോട്ടമാണ് കാണുന്നത്. പൂന്തോട്ടത്തിൽ അലങ്കരിച്ച് നിൽക്കുകയാണ് എന്തൊക്കെ ഫ്ലവേഴ്സ്. അഡോൺ എന്ന് വെച്ചാൽ അലങ്കരിക്കുക, ഫ്ലവേഴ്സ് വെച്ച് അലങ്കരിച്ച് കൊടുക്കുകയാണ്. അതെൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് ചെയ്യുന്നത്. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ്. പ്ലസൻ്റ് എന്ന് വെച്ചാൽ വളരെ സന്തോഷം എന്നൊക്കെയാണ് അർത്ഥം. സന്തോഷകരമായ സ്ഥലങ്ങൾ, അങ്ങനെ, അതായത് നല്ല ഒരു അനുഭൂതി തരുന്നുണ്ട് കവിക്ക് അങ്ങനത്തെ പ്ലേസസ് കാണുമ്പോൾ. ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. കാരണം കവി അത് ഇതുവരെയായിട്ട് കാണാത്ത തരത്തിലുള്ള ഓരോ പ്ലേസസ്സാണ് അതിൻ്റെ മുകളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഒരു ചെറിയ ട്രീയുടെ മുകളിൽ കയറി നിന്നിട്ട് അങ്ങനെ പറയുകയാണ്, ഞാൻ ദൂരെയുള്ള ഒരു ഫോറിൻ ലാൻഡ് കണ്ടു. അതിൻ്റെ അപ്പുറത്ത് വേറെ ടോറിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഗാർഡൻ കിടക്കുന്നു. അവിടെ കുറേ ഫ്ലവേഴ്സ് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള അത്രയും മനോഹരമായ സന്തോഷം തരുന്ന പ്ലേസസ്സാണ് കാണുന്നത് എന്നാണ് അവിടെ കവി പറയുന്നത്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്. ഐ സോ ഡിംപ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നുണക്കുഴി എന്നാണ് അർത്ഥം. നമുക്ക് നുണക്കുഴി ചിരിക്കുമ്പോഴൊക്കെ ചിലവർക്കൊക്കെ ഉണ്ടാവും മുഖത്തൊരു നുണക്കുഴി. നമ്മൾ ഫോട്ടോ നേരത്തെ കാണിച്ചു. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്, അതായത് നദിയുടെ ഉള്ളിൽ ഒരു കുഴി ഉണ്ടാവുക. നമുക്ക് മുഖത്താണ് കുഴി ഉണ്ടാവുക, അതിനാണ് നുണക്കുഴി എന്ന് പറയുക. ഇത് നദിയുടെ ഉള്ളിൽ ഒരു കുഴി കണ്ടു, അതായത് എന്തെങ്കിലും നിലത്തേക്ക് ഇടുമ്പോഴാണ് അവിടെ ഒരു കുഴി പോലെ രൂപാന്തരപ്പെടുക നമ്മുടെ റിവറിൽ, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഫുൾ ഇമാജിനേഷനിലാണ് കവി ഇതൊക്കെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ആലോചിക്കാൻ. ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്, അതായത് ഈ ആകാശത്തിലുള്ള സ്കൈ വെള്ളത്തിൽ എങ്ങനെയാണ് ലുക്കിംഗ് ഗ്ലാസ്, അതായത് ഒരു ബ്ലൂ കളറിലെ ഒരു ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ, അതായത് പൊടി പടർന്ന റോഡുകൾ ഇങ്ങനെ ഗോ അപ്പ് ആൻഡ് ഡൗൺ, ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി താഴ്ന്ന് അങ്ങനത്തെ റോഡുകളാണ് കാണുന്നത്. ഇതൊക്കെ ചെറിയ മരത്തിന് മുകളിൽ ഇരുന്നിട്ടാണ് കാണുന്നത്. വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. ട്രാമ്പിങ് മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാൽനടയായി യാത്ര ചെയ്യണതിനെയാണ് ട്രാമ്പിങ് എന്ന് പറയാം. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ കൂടുതൽ പേർക്കും ഈ ടൗണിൽ ജീവിക്കാനാണ് താല്പര്യം. അതായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാമ്പിങ് എന്ന് വെച്ചാൽ കാൽനടയായി പോവുക, യാത്ര ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ടൗണിലേക്ക് ചേക്കേറുകയാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. If I could find a higher tree, farther and farther I should see, to where the grown-up river slips into the sea among the sheep. അപ്പോൾ കവി പറയാണ്, ഇഫ് എന്ന് വെച്ചാൽ എങ്കിൽ, എനിക്കിതിനെക്കാട്ടി ഇപ്പം ഞാൻ കയറിയ മരത്തിനെക്കാട്ടി വലിയൊരു മരം കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് അതിനപ്പുറമുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിനപ്പുറമുള്ള കാര്യങ്ങൾ? റിവർ സ്ലിപ്പ് ചെയ്തിട്ട് കടലിലേക്ക് കപ്പലിൻ്റെ കൂടെ പോകുന്നതൊക്കെ കാണാമായിരുന്നു. ഇവിടെ ഗ്രോൺ അപ്പ്
റിവർ സ്ലിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരുന്ന റിവർ, അതായത് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ റിവർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കടലിലേക്ക് സ്ലിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഷിപ്പിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര പോകുന്നതൊക്കെ കാണാമായിരുന്നു എന്നൊക്കെയാണ് കവി ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ആൻസറിൽ ടു വേർ ദ റോഡ് ഓൺ ഈതർ ഹാൻഡ് ലെറ്റ് ഓൺവേർഡ് ഇൻ ടു ഫെയറി ലാൻഡ്. അതായത് രണ്ട് സൈഡിലും എന്താണ്, റോഡാണ്. ആ റോഡ് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? യെസ്, ഫെയറി ലാൻഡിലേക്കാണ്. ഫെയറി ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മായാലോകം. മായാലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാർട്ടൂണിലൊക്കെ കാണുന്ന ആ ലോകം, മായാലോകം. അങ്ങനെ നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫെയറി ലാൻഡ് എന്നൊക്കെ. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഫുള്ളൊരു വിചിത്രമായിട്ടുള്ള ഒരു അനുഭവങ്ങളായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ എന്താ, വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5, അതായത് രാത്രിത്തെ ഭക്ഷണം അവർ എപ്പോഴാണ് കഴിക്കുന്നത്? 5 മണിക്കാണ് കഴിക്കുന്നത്. ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ്. അവിടുത്തെ എന്താ, പ്ലേ തിങ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടോയ്സാണ്. ടോയ്സൊക്കെ എന്താണ്, വളരെ എനർജി ഉള്ളതാണ്, അതുപോലെ ജീവിച്ചിരിക്കുന്നതൊക്കെയാണെന്നൊക്കെയാണ് കവി ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഫെയറി ലാൻഡിലത്തെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. അതായത് മാജിക്കലായിട്ടുള്ള ഒരു ഇമാജിനേഷനാണ് പറയുന്നത്. അവിടെ കുട്ടികളൊക്കെ 5 മണിക്ക് ഡിന്നർ കഴിക്കും, അതുപോലെ അവരുടെ ടോയ്സൊക്കെ വളരെ എനർജി ഉള്ളതാണെന്നൊക്കെയാണ് കവി പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ കമ്പാരിസൺ ഉണ്ട്. ഇവിടെ എന്താ, സ്കൈയെ കമ്പയർ ചെയ്യുന്നുണ്ട്, എങ്ങനെ ലുക്കിംഗ് ഗ്ലാസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇല്ലേ. അതാണ് ഇവിടെ ഈ കവി ഉദ്ദേശിക്കുന്നത്. കവി ഒരു യാത്ര പോകുന്ന പോലെയാണ് നമ്മുടെ ഈ കവിത കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളൊരു ചെറിയ മരത്തിൻ്റെ മുകളിൽ കയറുന്നതും ആ ചെറിയ മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കവി ഒരു ഫോറിൻ ലാൻഡ്സ് കാണുന്നു. അതിനുശേഷം എന്താ ഉണ്ടാവുന്നത്, ആഗ്രഹിക്കുകയാണ് കവി, ഇതിനെക്കാട്ടിയും പൊക്കമുള്ള ഒരു ട്രീ കിട്ടുകയാണെങ്കിൽ എനിക്കിതെല്ലാം കാണാമായിരുന്നു എന്നാണ് ഇവിടെ ലാസ്റ്റത്തെ 2 സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.